ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തെങ്കിലും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്കിപ്പോ സുഖമായിട്ട് പോണ്. പിള്ളേരെ ജലദോഷ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കംപ്ലീറ്റ്ലി അവർ ഓക്കെയാണ്. പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു ഇനി ഹോസ്പിറ്റലിലേക്കും കൂടി ഇവരെ കൊണ്ടുപോണ്ടി വന്നു കഴിഞ്ഞാൽ എന്താക്കും സ്ഥിതി എന്നുള്ളത്. പക്ഷെ അതിന്റെ ഒരു ആവശ്യകത വന്നില്ല. കാരണം മരുന്നുകളൊക്കെ ഞാൻ ചേട്ടായി പോണതിന് മുൻപ് തന്നെ ആവശ്യമുള്ള മരുന്നുകളൊക്കെ വാങ്ങിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞപ്പോ മാറി. ഇനി എന്നത്തേക്ക് അടുത്ത ജലദോഷം വന്നേന്നുള്ളൊരു ടെൻഷൻ. എന്തായാലും വരുമ്പോ വരണോടത്ത് വെച്ച് വരട്ടെ. എന്തായാലും പിള്ളേർക്ക് ഇങ്ങനെ കുറച്ച് നാൾ വരെ ഇങ്ങനെ അസുഖങ്ങൾ വന്നും പോയും അത് അങ്ങനെയാണ്. അപ്പൊ എന്തായാലും വരണോടത്ത് വെച്ച് വരട്ടെ. ഇപ്പൊ ക്ലൈമറ്റ് ആണ് മെയിൻ പ്രശ്നക്കാരൻ. ഇപ്പൊ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് എന്താ അല്ല വെയില്, അതിന് മുൻപ് മഴ വെയില് അങ്ങനെ മാറിക്ക. കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്ത് ഞാൻ അബ്രുവിനെ പ്രസവിച്ച് കിടക്കുന്നതായിരുന്നു. അമ്മിച്ചി തുണി ഉണക്കാൻ വെട്ട കഷ്ടപ്പാട് ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടാ. ഒന്ന് വെയിലാടുമ്പോഴേക്കും അമ്മിച്ചി വേഗം കൊണ്ട് തുണിയിടും, അപ്പോഴേക്കും ഒരു മഴ പെയ്യും. പിന്നെ അങ്ങനെ ഓട്ടപ്പാച്ചിലായിരുന്നു. ഇവിടെ പിന്നെ ഒറ്റയിടല് നമ്മൾ മോളിൽ കൊണ്ടിടും. അതുകൊണ്ട് ആ സ്ഥിതിയിൽ ഇപ്പൊ 2 ദിവസമായിട്ട് എല്ലാവരുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണക്കാനുള്ളതും തുണികള് കാര്യങ്ങളൊക്കെ നല്ല പോലെ എന്നിട്ട് പറയും പപ്പടം പോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ആ മാതിരി വെയിൽ നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു കേട്ടാ. ഇതാരത്? അപ്പാപ്പൻ എന്ന് പറഞ്ഞേ. അപ്പാപ്പൻ അപ്പാപ്പൻ എന്ന് പറഞ്ഞേ ഇല്ലേ? എടാ അതേ ഓടണു. എങ്ങടാ ഓടറേ? ഇപ്പൊ പിടിക്കും. ചക്കക്കുരുവാ? ആര്? ചക്കക്കുരു നോക്കാൻ പോവാ? അതൊക്കെ അറിയിച്ചേ. എങ്ങനെ കറി വെക്കുക? എങ്ങനെ അത് മീൻ കറി വെക്കണെന്ന്? അയ്യോ, സ്റ്റെപ്പുമ്മ കയറി ഇരുന്നിട്ട് മീൻ കറി വെക്കണ. എനിക്ക് വടി എടുക്കണ. അപ്പാപ്പനൊരു വലിയ വടി വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യത്തിന് തലാനാണോ അമ്മേനെ തലാനാണോ? ആര് തലാനാ? അമ്മേനെയും അമ്മാവനും തലാന. ആദ്യത്തിന് തല്ലാൻ വേണ്ടിട്ടല്ല അല്ലേ? അമ്മേനെയും അമ്മാവനും തല. അപ്പാപ്പനൊരു എന്തിന്റെ വടിയോ വെട്ടി വെച്ചേക്കണേ? മാവിന്റെ വടി വെട്ടി വെച്ചിട്ടുണ്ട്. വായോ ഇറങ്ങ്. എങ്ങടാ എങ്ങടെ ഞാൻ എടുക്കണില്ല. കമന്റ് ഇട്ടുണ്ടായി നമ്മുടെ ഷോർട്സ് ഇടുമ്പോ തൈരില്ലല്ലോ ഇപ്പൊ. നമ്മുടെ എല്ലാ ദിവസത്തെ ഷോർട്സിലും എല്ലാ ദിവസത്തെ കറികളിലും തൈര് ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലെ എരുമ ഉണ്ടായിരുന്നല്ലോ, കറക്കണ എരുമയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ശുദ്ധമായ തൈരായിരുന്നു. അപ്പൊ എരുമേനെ കൊടുത്ത സ്ഥിതിക്ക് പാലില്ല, അതുകൊണ്ട് നമ്മൾ തൈര് ഉണ്ടാക്കാറില്ല. അപ്പൊ ഉണക്കമീൻ എന്തെങ്കിലും ഫ്രൈയും എന്തെങ്കിലും ഉപ്പേരിയാണ് മെയിൻ ആയിട്ട് ഉണ്ടാവാറ്. ഇന്ന് നമ്മുടെ വീട്ടിലേ പ്രത്യേകിച്ച് സ്പെഷ്യലുകൾ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇത് കായും പയറുപ്പേരിയും ഇതിൽ പാവത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതുകൂടെ ഇതിലൊരു കയ്പ്പ് വരും. കയ്പ്പ് പറഞ്ഞാൽ വലിയ താല്പര്യമില്ല. പിന്നെ അതെ ഉണക്കമീൻ വറുത്തത്. ഉണക്കമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൻ മരിക്കും എന്നുള്ളതാ സത്യം. ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞിട്ട് കാര്യം അപ്പനും ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമീൻ. അതുകൊണ്ടാന്ന് തോന്നുന്നു ഉണക്കമീൻ പപ്പടം അങ്ങനത്തെ സാധനങ്ങളോട് കുറച്ച് ഇഷ്ടം കൂടുതലാണ്. ഇന്ന് രാവിലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പുതപ്പ് കാര്യങ്ങളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടു. വെയിൽ കണ്ടപ്പോ അത് കഴിഞ്ഞപ്പോ വെയിലൊക്കെ പോയി. എനിക്കിപ്പോ ഒരു ഇതായി. പിള്ളേർക്കാണെങ്കിൽ പുതപ്പില്ലാണ്ട് എത്ര ചൂടാണെങ്കിലും ഒന്ന് തൊടാൻ വേണ്ടി ഒരു പുതപ്പ് വേണം. പുതപ്പില്ലെങ്കിൽ പുതപ്പ് ഇവിടെ വേറെ ഉണ്ട്, എന്നാൽ അവരുടെ പുതപ്പില്ലേ അത് തന്നെ വേണം. ഇപ്പൊ വെയിലൊക്കെ മങ്ങി ഒരു എന്താ പറയാ ഇരുണ്ട പോലെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ചേട്ടാ അത് വിളിച്ചേ. ചേട്ടാ അത് വിളിക്കണോ? ആർക്ക് വയറ് എടുക്കണേ? വണ്ടി കൊച്ചിന് എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ചോറ് തിന്നോ? പിന്നെ ഒരു ചോദിക്കല്ലേ, മഴ പെയ്യുന്നു. സന്തോഷായില്ല ചേട്ടന്? ആദംകുട്ടനെ വറക്കാൻ വേണ്ടിട്ട് 2-3 പീസ് ചിക്കൻ ഉണ്ട്. അത് വറുത്ത് കൊടുക്കണം. അല്ലെങ്കിൽ അച്ഛൻ ചോറ്
ഉണക്കമീനാണെങ്കിൽ തിന്നുമ്പോൾ നല്ല ഈ ഉണക്കമീൻ എല്ലാ ദിവസവും കൊടുക്കുന്നത് പിള്ളേർക്ക് അത്ര നല്ലതല്ല. ഈ ഉപ്പല്ല അവരുടെ വയറ്റിലേക്ക് ചെല്ലുന്നത്. അപ്പൊ ഞാൻ മസാലയൊക്കെ തിരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വറുത്ത് കൊടുക്കട്ടെ. കളിച്ചു തുടങ്ങിക്കോ അതിന്റെ ഡാൻസ്. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെ അടുത്ത് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, എന്റെ ജീവിതത്തിൽ ഞാൻ കിട്ടില്ല എന്ന് വിചാരിച്ചൊരു കാര്യമുണ്ട് കേട്ടാ. ഒരിക്കലും അത് കിട്ടില്ല. ഒരിക്കലും ചിലപ്പോൾ നമ്മൾ ട്രൈ ചെയ്താൽ കിട്ടുമായിരിക്കും. ട്രൈ ചെയ്താൽ കിട്ടാത്ത ഒന്നുമില്ല. പക്ഷെ അത് എൻ്റെ ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം തന്നെ ഞാൻ അതിൽ പറയുള്ളൂ. ദൈവം എന്തോ ഒരു അത്ഭുതത്തിലാണ് ഇതെനിക്ക് കിട്ടിയത്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ അടുത്ത് തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. എനിക്ക് നിങ്ങളുടെ അടുത്ത് തന്നെ എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് തന്നെ പറയുന്നതാണ്. എനിക്കത് കിട്ടിയത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതുവരെ അത് പൊട്ടിച്ചിട്ടില്ലാതെ. ഇതാണ് കിട്ടിയ സംഭവം. ഇതെന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്നുള്ളത് ഞാൻ പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യേ. ഞാനിപ്പോൾ ഫോൺ താഴ്ത്ത് വെച്ചേക്കാം കേട്ടോ. താഴ്ത്ത് വെച്ചേക്കാണ്. ചിലപ്പോൾ വെച്ചേക്കണേൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടാവും. എന്നോട് ക്ഷമിക്കുക. എനിക്ക് ചെറിയ എന്താ പറയുക പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ വെച്ചിട്ടാണ് ഞാൻ വെച്ചേക്കണത്. അപ്പം ഇത് ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. അതെ, രണ്ട് ഭാഗം നിങ്ങൾ നോക്കിക്കോ. ഞാനും ഫസ്റ്റ് ടൈമാണ് ഇത് കാണാൻ പോകുന്നത്. ഞാൻ ഇത് ക്ഷമയോടുകൂടി നിങ്ങളുടെ അടുത്ത് നിങ്ങളെ ഫസ്റ്റ് കാണിക്കുന്നത് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ രണ്ട് കൂട്ടരും ഒരുമിച്ച് കാണുന്നുള്ളൊരു ഇതിലാണ് ഞാനിത് എടുത്തു വെച്ചത്. അപ്പൊ ഞാൻ ഇത് പൊട്ടിക്കാൻ പോവാണ്. എന്താന്നുള്ളത് ആർക്കെങ്കിലും ഊഹം എന്തെങ്കിലും ഉണ്ടോ ഇതെന്തായിരിക്കും എന്നുള്ളത്? ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയോ? പറയാൻ പറ്റില്ലല്ലോ അല്ലേ? എന്നാലും കുഴപ്പമില്ല. ചിലപ്പോ ഊഹം കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. ബാക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. എന്തായാലും 2 സെക്കൻഡ് വെയിറ്റ്. സാധാ ഞാനിത് പൊട്ടിക്കുമ്പോഴേ എന്ന് പൊട്ടിച്ചു കഴിഞ്ഞാലും എന്താ പറയാ, ഒരു ഭംഗിയിലാവാറ്. ഭംഗിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അങ്ങോട്ട് കീറി ചേട്ടാ ഇത് സാധാ പൊട്ടിക്കാറ്. ഞാൻ ഓൺലി ഇത് ഇങ്ങനെ പിടിച്ച് നിൽക്കാറുള്ളൂ. ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടുമ്പോൾ ഞാൻ ആളുടെ കൊടുക്കും. ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞാൽ അലമ്പാവാറ്. പക്ഷെ ഇതിന് കുറച്ച് കനുണ്ട് കേട്ടോ. കനം. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് വേറെ ഒന്നും അല്ലാന്ന്. ഇതെന്തത് ഇങ്ങനെയൊക്കെ? ഇതെന്താന്നൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ എന്താത്? ഇതാണ് എൻ്റെ സർട്ടിഫിക്കറ്റ്. അതായത് MSc സുവോളജി ആയിരുന്നു. ഞാൻ ഇതെന്ത് കിട്ടാത്തത്? ഒട്ടിപ്പിടിച്ചിരിക്കാൻ തോന്നിട്ടത്. ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കേണ്ടത്. തല തിരിച്ചാണ് പിടിച്ചേക്കണത്. എൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഗൈസ്. സർട്ടിഫിക്കറ്റ് MScയുടെ സർട്ടിഫിക്കറ്റ്. ഞാൻ ഒരുപാട് നാള് കാത്തിരുന്ന ഒരു ഇതായിരുന്നു. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ദൈവമേ, ഇതെന്റെ കയ്യിൽ കിട്ടുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ ദൈവമേ, എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഈ എക്സാം എഴുതാൻ പോയപ്പോ എന്തോരം കൊമ്പെത്തിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ അത് കിട്ടിയിരിക്കണ്. അപ്പൊ എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവും. ഇനി എനിക്കൊരു ജോലി കിട്ടാന്നുള്ളതാണ്. ഇത് വെച്ചിട്ട് എന്തെങ്കിലും ജോലിക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ പിള്ളേരെന്തെങ്കിലും ആവാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിള്ളേരെ ഇട്ടിട്ട് നമ്മൾ എങ്ങനെ പോവാ? രണ്ടുപേരും നമുക്ക് നോക്കണ്ടേ? ശരിക്കും എനിക്ക് സങ്കടം വന്നിട്ടാ എൻ്റെ കയ്യിൽ ഇത് കിട്ടിപ്പേ. സത്യമായിട്ടും എന്തായാലും ദൈവത്തിന്റെ ഒരു അനുഗ്രഹേ. എൻ്റെ ദൈവമേ, അങ്ങനെ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടി. നമുക്ക് പ്രൊവിഷണലും ഇതും കൺസോളിഡേറ്റഡും കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് മുൻപ് ദിവസം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒറിജിനൽ അപ്ലൈ ചെയ്തത്. എന്നാലും അതിന് കുറച്ച് ടൈം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു. കുറച്ച് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സാധാ 1 year ഒക്കെ ആവാറുണ്ട് നോർമല്. ഞാനിത് നോർമലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫാസ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. കാരണം എന്തായാലും സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് എന്തായാലും പിള്ളേർ ഇത്തിരി ആവേണ്ട. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിള്ളേർ കുറച്ചുകൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് ഇപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എന്തെങ്കിലും അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടണമെങ്കിൽ, ഇങ്ങനെ നല്ലൊരു ജോലി കിട്ടി ഇവരെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ജോയിൻ ചെയ്യട്ടെ. കാരണം നമ്മുടെ അപ്പനും അമ്മയ്ക്ക് നമ്മളെ ഒരുപാട് കഷ്ടപ്പെടും. അവർ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പൊ അങ്ങനെ നമ്മുടെ കയ്യിൽ ഇത് കിട്ടി. എൻ്റെ ആര് കാണിച്ചിട്ടില്ല എന്നുള്ളത് കേട്ടോ. സത്യമായിട്ട് ഇത് നമ്മൾ 2 കൂട്ടർ ഒരുമിച്ചാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത്. വേറൊരാൾ ഇത് കണ്ടിട്ടില്ല.
ഇത് ഞാൻ പോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് വീട്ടിലായിരുന്നു. ഞാൻ വീട്ടിലേക്ക് ഇന്നലെ അന്ന് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. വീട്ടിൽ പോയിപ്പോ ഒരു ചേച്ചി പോകണ്ടായിരുന്നു. ചേച്ചി പോകണ്ടപ്പോ ഞാൻ വിചാരിച്ചു ചേച്ചി എങ്ങനെയാണാവോ പോണേ. അപ്പൊ എനിക്ക് എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു, ഇങ്ങനെ കൊറിയർ ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണാവോ എന്ന് ചോദിച്ചു. ഈ ചേച്ചി പോകണ്ടപ്പോ എന്റെ മനസ്സിൽ പറയണേ, ഞാൻ അപ്പച്ചനോട് അമ്മച്ചോട് പറഞ്ഞു, അപ്പച്ച അതേ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടെന്ന് തോന്നണേന്ന് പറഞ്ഞു. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു ഇപ്പൊ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടാവോ? വന്നിട്ടുണ്ടാവും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ അമ്മച്ചി ഇതേ നിനക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് മോളെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നിട്ട് ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റ് ആണോ എന്ന് ഞാൻ അങ്ങനെ തന്നെ ചോദിച്ചുട്ടോ. അപ്പൊ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അമ്മച്ചിനും കാണിച്ചു കൊടുത്തിട്ട് കേട്ടത്. എന്റെ ദൈവമേ, ഞാൻ ഗർഭിണിയായിരിക്കുമ്പോ അബ്രുവിനെ 5 മാസം ഗർഭിണിയായിരിക്കുമ്പോ ആയിരുന്നു ഈ എക്സാം എഴുതാൻ പോയിട്ടുണ്ടായത്. നമ്മൾ നേരെ എയർപോർട്ടിൽ നിന്ന്, ഞാൻ ഈ കഥകൾ മുന്നും പറഞ്ഞിട്ടുണ്ട്, എന്നാൽ എൻ്റെ കഥ പറച്ചിൽ നിൽക്കണില്ല. എനിക്ക് സന്തോഷം കൊണ്ടാണ് കേട്ടാ കഥ പറച്ചിൽ നിർത്താത്തത്. ഞാൻ എയർപോർട്ടിൽ നിന്ന് നേരെ ഫ്ലൈറ്റിലിരുന്ന് ഒരുപാട് അസ്വസ്ഥതകൾ എന്നിട്ടാണ് പറയാം. എനിക്ക് ഈ പ്രാവശ്യം ഗർഭിണിയായിരുന്ന സമയത്ത് വന്നപ്പോഴേ ഭയങ്കര അസ്വസ്ഥതകളായിരുന്നു. അതായത് എന്താ പറയാ, കണ്ണീന്ന് വെള്ളം വരെ ശ്വാസം കിട്ടി. ഞാൻ ചേട്ടായിടത്ത് പറയാം ഞാനിപ്പോ ചത്തുപോകുന്ന എനിക്ക് തോന്നണം, ആ മാതിരിയായിരുന്നു. അപ്പൊ ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞപ്പോഴും എന്താ പറയാ, നോർമലി നമ്മൾ എത്ര ഇതായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ കണക്ഷൻ ഫ്ലൈറ്റും ആയിരുന്നു, ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു ക്ഷീണല്ലേ നമുക്ക്. അത് ഫ്ലൈറ്റിൽ ഇങ്ങനെ അങ്ങനെ ട്രാവൽ ചെയ്ത് ഇങ്ങനെ പോണവർക്ക് അറിയായിരിക്കും ഗർഭിണിയായിരിക്കുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞ് നമ്മളിവിടെ എത്തി കഴിഞ്ഞപ്പോഴും എനിക്ക് അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അപ്പൊ വീട്ടിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോ അമ്മിച്ചി പറയുന്നുണ്ടാ പറ്റല്ലെങ്കിൽ മോള് എഴുതണ്ട, മോള് പോരാ. എനിക്കറിയായിരുന്നു ഈ പ്രാവശ്യം എക്സാം എഴുതിയില്ലെങ്കിൽ എനിക്കത് എഴുതാൻ പറ്റില്ലായിരുന്നു. സത്യമാണ്, അത് എഴുതാൻ പറ്റില്ലായിരുന്നു. കാരണം എന്താ പറയാ, നമ്മൾ ടിക്കറ്റ് എടുത്ത ഡേറ്റും എക്സാം ഡേറ്റും സെയിം ആയിട്ട് വന്നു. ഒരു ദിവസത്തെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറില്ല. നമ്മൾ എക്സാമിന്റെ ഡേറ്റ് വന്നു എന്ന് പറഞ്ഞിട്ടല്ല ടിക്കറ്റ് എടുത്തത്, അതിന് മുൻപ് ടിക്കറ്റ് എടുത്തതും എക്സാം ഡേറ്റും സെയിം ആയിരുന്നു. ഫ്ലൈറ്റ് കറക്റ്റ് ടൈമിൽ 1 മണിക്കൂർ മുന്നേ വന്നു. ഞാൻ നേരെ കോളേജിൽ ഇറങ്ങി, കോളേജിൽ നിന്ന് എക്സാം അറ്റൻഡ് ചെയ്തു. ഞാൻ തന്നെ ബസ് പിടിച്ച് ഇങ്ങോട്ട് വന്നു. ആദ്യം ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. അങ്ങനെ എൻ്റെ എംബസി പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റഡ് ആയി. പക്ഷെ എൻ്റെ കെട്ടിയോനും അതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ സാധാ ചിലപ്പോൾ പറയും, ആളെൻ്റെ അടുത്തൊന്ന് പറയണേ നീ ഇത് എഴുതണ്ടടി, നിനക്ക് പറ്റണമെങ്കിൽ എഴുതണ്ട, അല്ലെങ്കിൽ വേണ്ട, നീ പോരെങ്കിൽ വേണ്ട, നമുക്കൊന്ന് നോക്കണം, അങ്ങനെയൊക്കെ പറയണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഒരു 2 മനസ്സിൽ ഞാൻ നിന്നേനെ കേട്ടാ. പക്ഷെ കെട്ടിയോൻ ഫുള്ള് സപ്പോർട്ടായിരുന്നു. നീ എന്തായാലും എക്സാം എഴുതിയേ പറ്റുള്ളൂ, എത്ര എഫേർട്ട് എടുത്തായാലും നീ പഠിച്ചത് എഴുതിയേ പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിന്നേട്ടാ. താങ്ക് യു മിസ്റ്റർ ഡിലീഷ് ജോൺസൺ. അപ്പൊ നമുക്ക് ആഗ്രഹിച്ച, നമ്മൾ അതിനു വേണ്ടി പരിശ്രമിച്ചാൽ കിട്ടാത്ത ഒരു സംഭവം ഇല്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിരാശയിൽ നമുക്കത് കിട്ടില്ല അത് പറഞ്ഞ് തകർന്നു നിൽക്കുന്നവരുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുക, കഠിനമായി പ്രയത്നിക്കുക. നമ്മുടെ കയ്യിലേക്ക് ദൈവം കൊണ്ടുതരും. നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ തരാത്തതായിട്ട് ഒന്നുമില്ല, തരും. നമുക്കത് ദൈവം ഇപ്പൊ തന്നില്ലെങ്കിലും, അത് നമ്മൾ ആഗ്രഹിക്കുന്ന ആ സ്പോട്ടിൽ തന്നില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എന്തായാലും തരും കേട്ടാ. അപ്പൊ എല്ലാവരും അതിനു വേണ്ടി, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.